ഇന്ധന കയറ്റുമതിക്ക് വീണ്ടും കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ചു. ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ തീരുവയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് നടപടി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ധന കയറ്റുമതിക്ക് വീണ്ടും കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ച ഇത്തരത്തിലായിരിക്കും ബാധിക്കുക? തീർച്ചയായും. കാരണം രണ്ടാഴ്ച മുൻപാണ് യുദ്ധത്തിന്റെ സാഹചര്യം കുറച്ച് അയവ് വന്നപ്പോൾ ഇന്ത്യ നേരത്തെ ചുമത്തിയിരുന്ന, യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചുമത്തിയിരുന്ന കയറ്റുമതി തീരുവയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഡീസലിനും വ്യോമയാന ഇന്ധനത്തിനുമാണ് അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് വീണ്ടും പശ്ചിമേഷ്യ അശാന്തമാകുന്ന സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ സംസ്കരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. തുടർന്ന് ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ കയറ്റുമതി ഇപ്പോൾ നിയന്ത്രിക്കാൻ ഒതുങ്ങുകയാണ് ഇന്ത്യ. കാരണം രാജ്യത്ത് വീണ്ടും ഒരു ഇന്ധനക്ഷാമം യുദ്ധം രൂക്ഷമായാൽ ഉണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ കയറ്റുമതി കുറയ്ക്കാൻ വേണ്ടിയാണ് ഡീസലിന്റെ കയറ്റുമതി തീരുവ 8.5% നിന്ന് 15.5%, വ്യോമയാന ഇന്ധനത്തിന്റെ തീരുവ 8% നിന്ന് 14.5% ഉയർത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ ഇളവ് വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 4 രൂപയുണ്ടായിരുന്നത് 2.5 രൂപയായി കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിലെ മോസ്കോയിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുകയും റഷ്യ വൻതോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ സംഭരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് വലിയ അവസരമാണ് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 4 ലക്ഷം മെട്രിക് ടൺ പെട്രോളിന്റെ ആവശ്യമാണ് ഇപ്പോൾ റഷ്യക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വാങ്ങാനായി റഷ്യ ആലോചിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെട്രോളിന്റെ മാത്രം കയറ്റുമതി തീരുവ ഇന്ത്യ ഇളവ് ചെയ്തിരിക്കുന്നത്. രതീഷ്. ശരി, വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന്.